ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടി വക്കീലിനി ഇങ്ങോട്ട് വരണമെന്നില്ല. പകരം ഹൈക്കോടതിയിൽ നിന്ന് എനിക്കൊരു മുൻകൂർ ജാമ്യത്തിനുള്ള ഏർപ്പാടേ. എന്റെ ലക്ഷ്മിയെ കൊന്നവനെ ഞാൻ തീർത്തിരിക്കും. ഇന്നലത്തെ പോലൊരു അറ്റംപ്റ്റ് കൂടി ഇനി ഉണ്ടാവരുത്. കാക്കിയിട്ടവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി അല്ലേ? എന്റെ പെങ്ങളെ വണ്ടിയിടിച്ചു കൊന്നവനെ രക്ഷിക്കാനുള്ള പോലീസിന്റെ നാടകം. ഗ്യാങ് വാറിൽ 2 പേർ ഈ നഗരത്തിൽ കൊല്ലപ്പെട്ടിട്ട് 3 ആഴ്ച തികഞ്ഞിട്ടില്ല. ആ 2 കേസിലും നമ്മൾ പ്രതിസ്ഥാനത്താ. ഏത് നിമിഷവും നമുക്ക് നേരെ ശത്രുക്കളുടെ ഒരു അറ്റംപ്റ്റ് കൂടി പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കാതെ സൂക്ഷിക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയാ. അതുകൊണ്ടാണ് അനൂപിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തമ്പാന പിള്ളേരെ അവനെ തീർത്തേനെ. പോലീസുകാർ ഇടക്കേറി വന്ന് ആകെ നശിപ്പിച്ചു. അവളെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നെന്ന് വക്കീലിനറിയില്ലേ? കുഞ്ഞുനാള് മുതൽ ഞാൻ കൈപിടിച്ച് കൂടെ കൊണ്ട് നടന്നതാ. ഇവൾക്കൊരുള്ള ചോറ് വാരി കൊടുത്തിട്ടല്ലാതെ ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. എന്റെ മോളെ ഇല്ല വക്കീലേ, എത്ര വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാലും അവന്റെ ജീവൻ എടുക്കാതെ ഞാൻ അടങ്ങില്ല. എല്ലാം എനിക്കറിയാം. നിനക്ക് സഹിക്കാൻ കഴിയുന്നതല്ല സംഭവിച്ചത്. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യം നീ മനസ്സിലാക്കണം. കസ്റ്റഡിയിലുള്ള പ്രതിയെ അനൂപിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. അവൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. അവൻ ആരുടെ ആളുമല്ല. അവന്റെ പേരിൽ ഒരു സ്റ്റേഷനിൽ ഒരു കേസ് പോലും ഇല്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല വക്കീലേ. അവൻ മനഃപൂർവ്വം എന്റെ പെങ്ങളെ വണ്ടിയിടിച്ച് കൊന്നതാ. അതുപോലെ അവനെ വണ്ടിയിടിച്ച് കൊല്ലണം അല്ലേ അണ്ണാ? എന്നാ പിന്നെ റോഡിലോട്ട് ഇറങ്ങി എല്ലാവരെയും വണ്ടിയിടിച്ച് കൊല്ല്. ഒരു കാര്യം ഞാൻ പറയാം, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. പുതിയ കാപ്പ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇനി ഒരു കേസും കൂടെ ഉണ്ടാക്കി അതിനകത്തെങ്ങാനും പെട്ടോ. ഡിവൈഎസ്പി ശേഖർ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത്? എന്റെ പെങ്ങളെ കൊന്നവനെ വെറുതെ വിടണമെന്നോ? അതല്ല, ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ് ഉടനെ ഉണ്ടാവാൻ പാടില്ല. അവന്റെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതും ഗർഭിണിയായ അവന്റെ സഹോദരിയെയും ഭർത്താവിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതും എല്ലാം ഡിവൈഎസ്പി അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അവന്റെ വണ്ടിയുടെ ഇടയിൽ ചതഞ്ഞറിഞ്ഞ് തീർന്നത് എന്റെ ചോരയാ. എന്റെ ജീവനെ അവൻ സമ്മതിച്ചു. പക്ഷേ സ്പെഷ്യൽ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ അനൂപ് വളരെ മര്യാദക്കാരനായ ഒരാളാ. വളരെ അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഒരു ഫാമിലി അവരുടേത്. അവരൊന്നും നമുക്കൊരു തരത്തിലും ഭീഷണിയല്ല. ഇതൊരു MACT കേസ് മാത്രമാ. MACTക്ക് അവിടെ തന്നെ നിൽക്കട്ടെ വക്കീലേ. ഇതിന്റെ വിധി തീർപ്പാക്കാൻ ഒരു കോടതിക്ക് ഞാൻ അവസരം കൊടുത്തില്ല. ഞാൻ തന്നെ വിധി പറയുകയും നടപ്പാക്കുകയും ചെയ്യും. കാപ്പ ലിസ്റ്റ് അല്ല, അതിനേക്കാൾ ഏത് വലിയ ലിസ്റ്റ് കയറുമെന്ന് പറഞ്ഞാലും അവനോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. അനൂപിന്റെ സഹോദരിയും ഭർത്താവും കൂടി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. അവരെല്ലാം ആകെ ഭയന്നിരിക്കുക. നിങ്ങളെപ്പോലുള്ള ആളുകളുമായി ഡീൽ ചെയ്തൊന്നും അവർക്കൊരു പരിചയമില്ല. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ വക്കീലേ? എങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് പ്രതികാരം തീർക്കായിരുന്നു. മണ്ടത്തിന് പറയാതെ. അവരെന്തിനാ വന്നത്? ഒരു കോംപ്രമൈസിന് പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നത്. മധുവിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാൻ അവര് തയ്യാറാ. എന്നിട്ടാണോ അവരെനിക്കെതിരെ കമ്മീഷണർക്ക് പരാതി കൊണ്ടുപോയി കൊടുത്തത്? അത് പിന്നെ ആരായാലും ചെയ്യില്ലേ? നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചാലോ?
യഥാർത്ഥത്തിൽ ഇത് അവന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അപകടമാണെങ്കിലോ? അതൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോരെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്? ഇനി അറിയാനൊന്നുമില്ല. അണ്ണനൊന്ന് മൂളിയാ മതി, ആ അടുത്ത നിമിഷം അവനെ ഞങ്ങൾ തട്ടും. അത് എളുപ്പമാണല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നതുകൊണ്ടാ എനിക്കിപ്പോ വേറെ ആരുടെയും കേസുകൾ എടുക്കാൻ നേരമില്ലാത്ത. വക്കീലിന് വേണ്ടത് കേസല്ലേ, അത് ഞങ്ങൾ ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇക്കാര്യത്തില് വക്കീൽ ഇനി ഒന്നും പറയണ്ട. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവന് പിന്നിൽ ആരോ ഉണ്ട്. അവനെ എന്റെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് മറ്റവൻ വാക്ക് പറഞ്ഞതാ. അവന്റെ സഹോദരിയുടെ ഭർത്താവ്. പോലീസിന്റെ ഈ ഡ്രാമ കഴിഞ്ഞ് അവൻ ജാമ്യം കിട്ടി പുറത്തു വരുമല്ലോ. അന്ന് ആ മറ്റവൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ അവന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത് ഈ മധുവിന്റെ ആറാട്ടായിരിക്കും. കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടി വക്കീൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. പകരം ഹൈക്കോടതിയിൽ നിന്ന് എനിക്കൊരു മുൻകൂർ ജാമ്യത്തിനുള്ള ഏർപ്പാടേ. എന്റെ ലക്ഷ്മിയെ കൊന്നവനെ ഞാൻ തീർത്തിരിക്കും. കണ്ടോ വക്കീലേ, അണ്ണന്റെ മൂടൊക്കെ മാറി ഇപ്പൊ നല്ല ഫോമിലാ. ഇനി അണ്ണൻ പൊളിക്കും. ആ അനൂപിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. അയ്യോ അച്ഛാ, എന്റെ അച്ഛനെ കൊല്ലല്ലേ, എന്റെ അച്ഛനെ കൊല്ലുന്നേ അച്ഛാ. മോളെ എന്ത് പറ്റിയടാ? എന്തിനാ നിലവിളിച്ചേ? അച്ഛൻ അച്ഛൻ ഓള് വല്ല സ്വപ്നവും കണ്ടോ? എന്താ മോളെ, എന്തിനാ നിലവിളിച്ചത്? എന്തിനാ ഇവള് കരയുന്നേ? അച്ഛൻ അച്ഛമ്മേ, അച്ഛനാരോ കൊല്ലാൻ നോക്കി. കണ്ടോ അമ്മേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വരെ തകർന്നു തുടങ്ങി. അവളുടെ അച്ഛൻ ആരോ കൊല്ലുന്നത് സ്വപ്നം കണ്ട് ഈ പകല് പോലും അവള് നിലവിളിക്കുക. ഇങ്ങനെ പോയാ എന്റെ കുഞ്ഞിന്റെ മനോനില ആകെ താളം തെറ്റിപ്പോവും. ഇതിനൊക്കെ ആര് സമാധാനം പറയും? പകല് സ്വപ്നം കാണുന്നൊന്നും വലിയ കാര്യമല്ല മീരെ. നീയൊന്ന് സമാധാനപ്പെട്. അച്ഛനെ കാണാത്ത വിഷമം ഉള്ളിൽ കിടക്കുന്നോണ്ട് അവള് സ്വപ്നം കണ്ടതായിരിക്കും. അപ്പോ എന്റെ കുഞ്ഞിന് ഇനിയും അവളുടെ അച്ഛനെ കാണണ്ടേ?